السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരവോടെ നിറഞ്ഞ മദ്ഹബസ്സൂൽ SKSSF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ തന്നെ ഏറ്റവും മഹത്വമേറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടക്കുന്ന ഏറ്റവും വിപുലമായ മജ്‌ലിസ് കൂടിയായ മദ്ഹബസ്സൂൽ കോൺഫറൻസും മഅ്മൂൻ ഹുദവിയുടെ 9ാമത് പുണ്യ റസൂലിലേക്കുള്ള പാത എന്ന പ്രഭാഷണവും പരിപാടിയുടെ ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ SMFിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ ഉസ്താദ് അവர்கள், വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സമസ്തയുടെയും പോഷക സംഘടനകളുടെയും എല്ലാം ജില്ലാ നേതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ മദ്ഹബ് റസൂൽ കോൺഫറൻസ് 9ാമത്തെ വർഷവും ഇതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകി. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജന്നാത്തുൽ ഫിർദൗസിലും വളരെ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രദാനങ്ങൾ വാനിൽ മുഴുവനും വ്യാപിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സമസ്യകൾക്ക് ഒരു പൂരണം കൂടിയാണ്. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ വേണ്ടി പുണ്യ ഹബീബ് സയ്യിദനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ നമുക്ക് വലിയ പ്രചോദനം നൽകുന്നുണ്ട്. മദ്ഹബ് റസൂൽ കോൺഫറൻസും മഅ്മൂൻ ഹുദവിയുടെ 9ാമത് പുണ്യ റസൂലിലേക്കുള്ള പാത പ്രഭാഷണവും കഴിഞ്ഞ 8 വർഷങ്ങളായി ജില്ലയിൽ SKSSFിൻ്റെ കീഴിൽ വളരെ വിപുലമായ രീതിയിൽ തൊടുപുഴയിൽ നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ വർഷം നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി നമ്മുടെ രാജ്യത്തെയും ലോകജനതയുമെല്ലാം പിടിച്ചു കുലുക്കിയ ഒരു സാഹചര്യത്തിൽ വിപുലമായ രീതിയിൽ നമുക്കൊരു പരിപാടി നടത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ഇതുപോലെ ഓൺലൈനായിട്ട് യൂട്യൂബിലൂടെ ജനലക്ഷങ്ങൾ കാണുന്ന തരത്തിൽ നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് സുദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ, വളരെ പ്രതീക്ഷയോടെ എല്ലാ വർഷവും ദിനത്തിന് റബീഉൽ അവ്വൽ 12 നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ബഹുമാനായ പ്രഗത്ഭനായ വാഗ്മിയും പണ്ഡിതനുമായ മഅ്മൂൻ ഹുദവിയുടെ പുണ്യ റസൂലിലേക്കുള്ള പാത എന്ന പ്രഭാഷണ പരിപാടിയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനെ സ്വാഗതം നൽകുക എന്നുള്ളതാണ് എന്നുള്ള കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന SMFിൻ്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ ഷാജഹാൻ ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ മദ്ഹബ് റസൂൽ കോൺഫറൻസും മഅ്മൂൻ ഹുദവിയുടെ പുണ്യ റസൂലിലേക്കുള്ള പാത പ്രഭാഷണവും പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റും നമുക്കറിയാം നമ്മുടെ എല്ലാം ആദരണീയനായ ബഹുമാനായ KE മുഹമ്മദ് ഉസ്താദ് അവர்களാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്നത് സമസ്ത കേരള ജമിഅത്തുൽ ഖുതബാഇന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനായ ഹനീഫ് കാശിഫി ഉസ്താദ് അവர்களാണ്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ജില്ലാ സെക്രട്ടറി ബഹുമാനായ ജലീൽ ഫൈസി ഉസ്താദ് അവർ, അതുപോലെ തന്നെ വണ്ണപ്പുറം മഹലിൻ്റെ കാര്യദർശികളായ അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ BH കരീം റാവുത്തർ, അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനായ മുഹമ്മദ് സാഹിബ് അവർ, അതുപോലെ തന്നെ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും അതുപോലെ തന്നെ വണ്ണപ്പുറം മഹലിൻ്റെയും എല്ലാം കാര്യദർശികൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനുവേണ്ടി സഹായിച്ച, സഹകരിച്ച എല്ലാ സഹകാരികൾക്കും സഹായികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ വർക്കിംഗ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഉസ്താദ് അവരുടെ സാധാരണ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه ومن تبعهم إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനമുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ, മഹത്തായ ഈ സംഗമത്തിലേക്ക് കടന്നു വന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കീഴടങ്ങളുടെയും ജില്ലാതല ഭാരവാഹികളുടെ പ്രവർത്തകരെ, ഈ മണ്ണപ്പുറം മഹലിൻ്റെ അഭിമന്യരായ കാര്യദർശി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം നമ്മിൽ സാലിഹായ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ രണ്ടാമത്തെ വഴിയിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നമുക്ക് മാത്രമായി ബന്ധപ്പെട്ടവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികളൊക്കെ എല്ലാ വർഷങ്ങളും രൂപപ്പെടാറുണ്ടെങ്കിൽ പോലും ഓരോ വർഷങ്ങളും പിന്നിടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഒന്നിനേക്കാൾ രൂക്ഷമാണ്. എന്നാൽ പ്രതിസന്ധികളൊക്കെ രൂക്ഷമായി കടന്നു വന്നാലും ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ വഴികളും പൂർവികന്മാരായ മഹാത്മാക്കളിലൂടെ, പ്രവാചകന്മാരിലൂടെ, അതേപോലെ തന്നെ സത്യരതനായ മഹാന്മാരിലൂടെയൊക്കെ മുസ്ലിം ഉമ്മത്തിനെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി എത്ര കനത്തതായാലും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിന് തയ്യാറായി കഴിഞ്ഞാൽ, അഥവാ അല്ലാഹു അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായും സ്വജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ അവർക്ക് കഴിയുമെന്നത് ഗതകാല ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ലോകം വളരെ ഏറെ സമ്മതിച്ച ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നത് വർത്തമാനകാല സാഹചര്യങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ, മീഡിയകളിലൂടെ അനുദിനം ഞാനൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഹാമാരികളും വ്യാധികളും നാദികളും ഒക്കെ ഇതിനൊക്കെ പരിഹാരം അന്വേഷിച്ച് ലോകം മുന്നോട്ട് പോകുമ്പോൾ ആ ജനത ഒന്നടങ്കം എത്തിച്ചേരുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് ഉദയം ചെയ്ത് അസ്തമിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. തങ്ങൾ നിർവചിക്കാത്ത, അല്ലെങ്കിൽ തങ്ങൾ പറയാത്ത, തങ്ങൾ ഉത്തരം തരാത്ത ഒന്നും ലോകത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഏതെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ ഉത്തരങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. പൂർവികന്മാരായ ആളുകൾ പ്രവാചക ചര്യയെ അങ്ങനെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനവർ വ്യഗ്രത കാണിച്ചതിന്റെ യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല. ജീവിതത്തിന്റെ വിജയ പരാജയങ്ങൾ മുഴുവനും നിലനിൽക്കുന്നതും അതേപോലെ തന്നെ നിലനിൽക്കുന്നതും പ്രവാചക ചര്യകളെ അനുസരിക്കുന്നതിലും അനുസരിക്കാത്തതിലുമാണ്. പ്രവാചക ചര്യകളെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകുമ്പോൾ അവന്റെ ഇഹപര വിജയം സുനിശ്ചിതമാകാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ്. മറിച്ച് പ്രവാചക ചര്യയെ കൈവിടുന്ന കാലഘട്ടം വന്നാൽ അവന്റെ ഇഹപര വിജയം, ഇഹപര പരാജയം, ഇഹജീവിതവും പരലോക ജീവിതവും പരാജയത്തിലായിരിക്കുന്നതും അപകർക്കിതമായ ഒരു സത്യമാണ്. ഒരിക്കൽ മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. തങ്ങളുടെ ഉള്ളും പുറവും സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അജ്ഞാതമല്ല. അവരെല്ലാവരും പ്രവാചകന്റെ ഉള്ളു പോലെ പുറം പോലെ കണ്ടവരാണ്. ഉള്ളും പുറവും ഒരുപോലെ കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഒപ്പിയെടുത്തവരാണ്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്വഹാബത്തിൽ നിന്നും ലഭ്യമാകാത്ത ഒരുപാട് അസുലഭ സന്ദർഭങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്രമെല്ലാം സുദീർഘമായിട്ട് കടന്നു പോകുന്നില്ല. നബിതങ്ങളുമായി വിധമായ വേളയിൽ നീണ്ട 12 ദിവസം മറ്റാരുമില്ലാതെ രണ്ടുപേരും ഒരേ നിലയിൽ തുല്യ നിലയിൽ സഹകരിച്ച് മുന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഹിജറ യാത്രാവേളയിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സ്വജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നത് ചില്ലറ ചില കാര്യങ്ങൾ മാത്രമാണ്. പ്രവാചകനുമായി ബന്ധപ്പെട്ടിടത്തോളം എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും എനിക്ക് പ്രവാചകനുമായി ചെലവഴിക്കുന്നത് ഏറ്റവും പ്രിയകരമാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിന്റെ വിഷയങ്ങളിൽ ചിലത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരിക്കൽ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഒന്നാമതായി മഹാനവറുകൾ പറഞ്ഞത് അൽ ജൽസത്തു ഫീ ഹദറതിക, അങ്ങയുടെ സംവിധാനത്തിൽ സ്ഥിരം ഇരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയാൽ അത് വളരെ ഏറെ ഗുണകരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഞാനത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഹദീസ് അല്ലെങ്കിൽ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ പ്രവാചകന്റെ സദസ്സിൽ നിരന്തരമായി പങ്കെടുക്കുന്നതിന് തന്റെ ജീവിതത്തിന്റെ ഒരു അഭീഷ്ടമായി കണക്കാക്കിയെങ്കിൽ പ്രവാചകനെ കാണാൻ കഴിയാതെ കേൾക്കാൻ കഴിയാതെ കേൾക്കുക മാത്രമേ ചെയ്ത് കാണാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പറയുന്ന മൗലിദിന്റെ സദസ്സുകളിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ പ്രവാചക സദസ്സിൽ പങ്കെടുത്തതിന് സമാനമായ ഒരു സ്ഥാനം നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. കാരണം പ്രവാചകനെ കുറിച്ച് പറയപ്പെടുന്നിടത്ത് പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. അല്ലാഹു ആ ആശയത്തിന്റെ ധാരയിലൂടെ മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മൗലിദിന്റെ സദസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പ്രവാചക സന്നിധിയിൽ പങ്കെടുത്തതിന്റെ അല്ലെങ്കിൽ പ്രവാചക സന്നിധിയിൽ ഹാജരായതിന്റെ പുണ്യം ലഭിക്കുമെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, രണ്ടാമതായി ഞാൻ ഇഷ്ടപ്പെടുന്നത് നിരന്തരം അങ്ങയുടെ മുഖത്തേക്ക് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയണം. അതിനെയാണ് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നിസ്കാരം നിർവഹിക്കുന്നവരാണ്. നിസ്കാരത്തിലെ തഹിയ്യാത്തിന്റെ വേളയിൽ അത്തഹിയ്യാത്തു അൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ നാം പ്രവാചകൻ നമ്മുടെ മുന്നിൽ ഹാജരാകുന്നത് പോലെ അതേ പ്രവാചകനെ കാണുന്നത് പോലെ ആയിരിക്കണം നമ്മളുടെ ആ പ്രയോഗങ്ങൾ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോ അതേ ആ പ്രവാചകനെ നാം ഓർക്കുമ്പോൾ അന്നലിക്കുന്ന ഓർമ്മകൾ നമ്മുടെ നിസ്കാരത്തിലും അതുപോലെ തന്നെ സ്വകാര്യമായ പ്രവാചകനെ സ്മരിക്കുന്ന വേളയിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ വചനത്തിലേക്ക് നോക്കുന്ന ഒരു പ്രതിഫലം പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു ആ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് അങ്ങേക്ക് പ്രിയങ്കരമായതെന്തോ അതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ ധനത്തെ മുഴുവനും ചിലവഴിക്കലാണ്. ഇത് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു. എന്താണ് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നത്? അവരുടെ വഫാത്ത് വേള കടന്നു വരുമ്പോ മഹതിയായ ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരെ ആരൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നോ അവരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മഹാനായ പ്രവാചകന്റെ പതിവായിരുന്നു. അത് തന്നെ എന്റെ പ്രിയമുള്ളവരെ, മൗലിദിന്റെ സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോ ആ പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നാം മൗലിദോതി ആളുകൾക്ക് അന്നദാനം നൽകുന്നു, ഉപജീവനം നൽകുന്നു. ഇതിലൂടെയും പ്രവാചകന്റെ സാമീപ്യം നമുക്ക് കൈക്കലാക്കാൻ കഴിയും. അവസാനമായി മഹാനവറുകൾ പറഞ്ഞു, അങ്ങയുടെ മേൽ എത്ര കണ്ട് പ്രകീർത്തനങ്ങൾ സ്വലാത്തുകൾ എനിക്ക് അർപ്പിക്കാൻ കഴിയുമോ അത്ര കണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, മൗലിദ് സദസ്സുകൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്ന സദസ്സുകളാണല്ലോ. അതുകൊണ്ട് മൗലിദ് സദസ്സുകളിൽ പങ്കെടുക്കുക വഴി കൂടുതൽ പ്രവാചകന്റെ
സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പൂർവികന്മാരായ സ്വഹാബത്ത് അതിനുവേണ്ടി മത്സരിച്ചു. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഉഹദിൽ നടക്കുന്ന വേളയിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഒരു ശത്രു കടന്നു വരികയും ആ ശത്രുവിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഉണ്ണിനബിയുടെ സഹഭാഗപ്പെട്ട നെറ്റിത്തടം മുറിവേൽക്കുകയുണ്ടായി. മുറിവേറ്റപ്പോ ആ നെറ്റിത്തടത്തിൽ നിന്നും രക്തം ധാരാളിയായി ഒഴുകി. പക്ഷേ ഭൂമിയിലേക്ക് ആ രക്തം ചെല്ലുന്നതിന് മുമ്പായി ഒരു സ്വഹാബി ഓടി വന്നുകൊണ്ട് തന്റെ അതരങ്ങൾ, തന്റെ ചുണ്ടുകൾ പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ നിന്നും അടർന്നു വീണ ആ രക്തധമനികളുടെ രക്തത്തില്ലുകളുടെ അടുക്കലേക്ക് വെച്ചു കൊടുക്കുകയും തന്റെ വായിലേക്ക് ആവാഹിക്കുകയും ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു പോയി. രണ്ടാമത്തെ കാണിക്കുന്നത് രജസാണല്ലോ രക്തമെന്ന് പറയുന്നത്. രജസ് കുടിക്കൽ ഹറാമാണല്ലോ, ഇസ്ലാമിന്റെ വിധി അതാണല്ലോ. എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നത്? പ്രവാചകന്റെ മുന്നിൽ പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ നിന്ന് നടന്നു വീണ ആ രക്തത്തുള്ളികൾ ആ സ്വഹാബി തന്റെ ഉള്ളിലേക്ക്, തന്റെ വായിലേക്ക് ആവാഹിച്ചെടുത്തു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയുടെ നേതൃത്വം കൊണ്ട് മാലകയാ സിനാൻ എന്ന് ചൊല്ലിക്കുകയുണ്ടായി. മാലിക് സിനാൻ എന്നാണ് ആ സ്വഹാബിയുടെ പേര്. മാലകയാ സിനാൻ, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ മഹാനായ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഗദ്ഗദകണ്ഠനായി പറഞ്ഞ കാര്യം, വിട്ട കാര്യം, ഇന്നി അഹബബ്തു അൻ ഖാലിദ ദമീ ബിദമിക, ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നു എന്റെ രക്തം അങ്ങയുടെ രക്തത്തോട് കൂടിച്ചേരലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങയുടെ രക്തത്തോട്ടിന്റെ രക്തമൊന്ന് കൂടിച്ചേരണം, അതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അത് പറഞ്ഞില്ല, അത് ഹറാമാണ്, ചെയ്യരുതെന്ന് പറഞ്ഞില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? നിന്റെ ശരീരത്തിന് നരകം നിഷിദ്ധമാണ്. കാരണം നിന്റെ രക്തം ഏതൊരു ശരീരത്തിലൂടെയാണോ ഓടുന്നത്, ഏതൊരു ശരീരത്തിലെ രക്തവുമായി അത് കൂടിച്ചേർന്നുവോ ആ ശരീരവും നരകത്തിന് ഹറാമാണ് എന്ന് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിനബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ, ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ നേടിയവരായിരുന്നു സ്വഹാബത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാന്തം വരെ ആ പുണ്യകുമാരനെ, ആ പുണ്യനബിയെ ജീവിതത്തിൽ മുഴുവൻ സ്വീകരിക്കുവാനും കൊണ്ടു നടക്കുവാനും ആ പ്രവാചക പാതയിലൂടെ മരണം വരെ മുന്നോട്ട് പോകുവാനും അല്ലാഹു എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞതായ ഇടുക്കി ജില്ലാ കമ്മിറ്റി എല്ലാ വർഷവും നടത്തപ്പെടുന്ന അതിന്റെ 9ാമത് വാർഷികം, സന്ദേശത്തിന്റെ 9ാമത് വാർഷികത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന വേളയിലാണ് ഞാൻ നിങ്ങളിൽ ഉൾപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹിതമായ വാചകം ഉച്ചരിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഖുത്ബാന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ മുഹമ്മദ് ഹനീഫ് കാശിഫി ഉസ്താദ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ ഈ യോഗത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സമസ്ത കേരള ജമിയത്തുൽ ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഉസ്താദ് മുഹമ്മദ് മുസ്ലിം അവർ, വേദിയിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ ജലീൽ ഉൾപ്പെടെയുള്ള പണ്ഡിത നേതാക്കളെ, സമസ്തയുടെയും ഗോത്രങ്ങളുടെയും പ്രിയങ്കരായ നേതാക്കൾ, ഈ പരിപാടി വീക്ഷിക്കുന്ന പ്രവാചക സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ ശാന്തിയും സമാധാനവും സദാ വർഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവരാശിയുടെ മാർഗദർശനം അന്ത്യപ്രവാചകരുമായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1495 ജന്മദിനം ലോകമെമ്പാടുമുള്ള പ്രവാചക സ്നേഹികൾ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ അനുഗ്രഹത്തിൻ്റെ പിറവിയെടുത്തിട്ട്
1498 വർഷങ്ങൾ പൂർണ്ണമാണ്. സുന്നി കൈരളിയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSFന്റെ ഇടുക്കി ജില്ലാ ഘടകം തിരുനബി ജീവിതം സമഗ്രം സമ്പൂർണ്ണം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മദ്ഹബ് റസൂൽ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങളോളമായി ഇടുക്കി ജില്ലയിൽ നടന്നുവരുന്ന ഏറ്റവും വലിയ പ്രവാചക പ്രകീർത്തന സദസ്സാണ് SKSSFന്റെ മദ്ഹബ് റസൂൽ കോൺഫറൻസ്. COVID-19 മഹാമാരിയുടെ ഇടയിലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമഗ്രവും സമ്പൂർണവുമായ ജീവിതവും ദർശനവും ജനഹൃദയങ്ങളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചക സ്നേഹം വർദ്ധിപ്പിക്കുക, പ്രവാചക ചര്യ പിന്തുടരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ വർഷവും SKSSF ഇടുക്കി ജില്ലാ കമ്മിറ്റി മദ്ഹബ് റസൂൽ സംഗമം നടത്തുകയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട മഹാത്മാവാണ്. ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന് വെളിച്ചമായി ശാന്തിയുടെ, സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശവുമായി ലോകത്തേക്ക് പുണ്യനബി നിയോഗിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ മാത്രം പ്രവാചകനായിരുന്നില്ല, ലോകങ്ങളുടെ പ്രവാചകനായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ ലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് അങ്ങയെ നിയോഗിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലോകത്തിന് മുഴുവൻ മാതൃകയുണ്ട്. ലഖദ് കാന ലി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വർത്തമാന ലോകം സംഘർഷഭരിതമാണ്, ഏറെ സങ്കീർണമാണ്, ഏറെ ഭയാനകരമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികളായ നമ്മൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പഠിക്കണം, പുണ്യ റസൂലിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യകൾ അഥവാ സുന്നത്തുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൊണ്ടുവരണം. വർത്തമാനകാലം നേരിടുന്ന സമസ്യകൾക്ക് പുണ്യ റസൂൽ പൂർണ്ണമാണ്. വർത്തമാനകാലം നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമഗ്രവും സമ്പൂർണ്ണവുമായ ജീവിതവും അവിടുത്തെ ദർശനവും പരിഹാരമാണ്. നബിയെ അങ്ങേപ്പറ്റിയുള്ള ഓർമ്മ ലോകത്ത് നിലനിൽക്കുമ്പോൾ, സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഒരിക്കലും അവരെ നാം ശിക്ഷിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി കൂടുതൽ നമ്മൾ പഠിക്കുക, ചിന്തിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങളും അപദാനങ്ങളും നമ്മൾ കൂടുതലായി പാടിപ്പുകറ്റുക, തങ്ങളുടെ പേരുടെ സലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കുക, തങ്ങളുടെ തിരിച്ചറിയ ജീവിതത്തെ നമ്മൾ പകർത്തുക. ലോകത്തെ പ്രശ്നങ്ങൾക്ക് ഏറെ പരിഹാരമാണ്. ലോകം അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതവും സമഗ്രവും സമ്പൂർണവുമായ ദർശനവും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇത് നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി മാറും. ഞാൻ ഓർത്തുപോവുകയാണ്, ലോകത്തെ പ്രമുഖ ചിന്തകനായ ഡോക്ടർ ജോർജ് ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്തിന്റെ നിയന്ത്രണം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലാണ് എങ്കിൽ ഈ ലോകം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കുമെന്ന്. അതേ വർത്തമാന കാലഘട്ടം ആവശ്യപ്പെടുന്നത് പുണ്യനബിയുടെ ജീവിതം, അവിടുത്തെ ദർശനം,
അത് ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. അതുവഴി ലോകത്തെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, വർത്തമാനകാല ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം സമ്പൂർണമായ പരിഹാരം കാണാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ, പ്രവാചക സ്നേഹികളായ നമ്മൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, തങ്ങളുടെ ജീവിതചര്യകൾ, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക, പ്രവാചകൻ തങ്ങളുടെ ജീവിതവും ദർശനവും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. നമ്മുടെ പൂർവികരുടെ മാതൃക അത് തന്നെയായിരുന്നു. ആ മാതൃകയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ കഴിയും. നൽകിയൊരു വസിയത്ത് നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധമായ ഖുർആനും പ്രവാചക ചര്യയും അവ രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. അതനുസരിച്ച് ജീവിച്ച പൂർവികരായ മഹാത്മാക്കളുടെ മാതൃകയും നമ്മുടെ മുമ്പിലുണ്ട്. അതനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഐഹിക ജീവിതവും അതുപോലെ തന്നെ പാരമ്പര്യമായ ജീവിതവും നമുക്ക് സുരക്ഷിതമാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. രണ്ട് കാര്യം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവുകയാണ്. അതിലൊന്ന് പരിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരിച്ചറിയുമാണ്. പരിശുദ്ധ ഖുർആൻ റസൂലിന്റെ തിരിച്ചറിയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ച് മാർഗം കാട്ടിയ പൂർവികരായ മഹാത്മാക്കളുടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണസമയം വരെ നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മരണസമയത്ത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ പരലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു നമ്മെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്ഹബ് റസൂൽ കോൺഫറൻസും മഅ്മൂൻ ഹുദവിയുടെ 9ാമത് പുണ്യ റസൂലിലേക്കുള്ള പാത പ്രഭാഷണവും എന്ന ഈ പ്രൗഢോജ്ജലമായ സദസ്സിൽ പുണ്യ റസൂലിലേക്കുള്ള പാത പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് മഅ്മൂൻ ഹുദവി വണ്ടൂരിനെ സാദരം സവിനയം സഹർഷം സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. صدق الله العلي العظيم. ഏറ്റവും ആദരണീയരും സ്നേഹനിധികളുമായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, SKSSF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി
റബീഉൽ അവ്വൽ 12-ന് തൊടുപുഴയിൽ സംഘടിപ്പിക്കുന്ന മദ്ഹുർ റസൂൽ കോൺഫറൻസിന്റെ 9ാമത്തെ വാർഷികത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ആദരണീയരായ അബ്ദുറഹ്മാൻ സഅദിയും മറ്റു ഉസ്താദുമാരും നേതാക്കളുമെല്ലാം ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് സമാരംഭം കുറിച്ച ഈ സംരംഭം ഇന്നും അണയാത്ത ആവേശത്തോടുകൂടെ നിലനിൽക്കുന്നു എന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു സ്വീകാര്യതയായിട്ട് കാണുകയും സർവശക്തനായ തമ്പുരാൻ നമ്മുടെ എല്ലാ ഖിദ്മത്തുകളും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഓരോ വർഷവും നിരവധി പണ്ഡിതന്മാരും ആയിരക്കണക്കിന് വിശ്വാസികളും ആവേശത്തോടുകൂടെ ഓടിയെത്തുന്ന ഈ ആത്മീയ സംഗമം ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിലും സജീവമാക്കാൻ സന്മനസ്സു കാണിച്ച ഇതിന്റെ സംഘാടകരെ, ശിഹാബുദ്ദീൻ വാഫി ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ യുവ നേതാക്കളെ, ത്യാഗസന്നദ്ധതയോടുകൂടെ കർമ്മബോധയിലിറങ്ങിയ നമ്മുടെ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും ഉത്കൃഷ്ട തലമുറയായി വിലയിരുത്തപ്പെടുന്ന മഹാന്മാരായ സ്വഹാബികൾ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച 2 സന്ദർഭങ്ങളെ സംബന്ധിച്ചാണ് ഈ വർഷം നമുക്ക് സംസാരിക്കാനുള്ളത്. എന്തായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം? നിരവധി രണാങ്കണങ്ങളിലൂടെ, യുദ്ധഭൂമികളിലൂടെ, പോരാട്ട വീഥികളിലൂടെ നിരന്തരമായി സഞ്ചരിച്ചവരും മിക്ക യുദ്ധങ്ങളിലും ഗംഭീരമായ വിജയം വരിച്ചവരുമായിരുന്നു സ്വഹാബികൾ. കയ്യിലൊന്നുമില്ലാതിരുന്ന എത്രയെത്രയോ ആളുകൾ പിൽക്കാലത്ത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുണയോടെ, പ്രാർത്ഥനയോടെ കോടീശ്വരന്മാരായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കയുടെയും മദീനയുടെയും മലഞ്ചെരിവുകളിലും താഴ്വാരങ്ങളിലും ആട്ടിൻ പറ്റങ്ങളെ തെളിച്ചു നടന്ന ഇടയ ബാലന്മാർ പിന്നീട് അറേബ്യൻ ഉപദ്വീപിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഭരണാധികാരികളായി ഉയർന്നു വരുന്നതും നാം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ യുദ്ധവിജയങ്ങളോ സാമ്പത്തികമായ സമൃദ്ധിയോ തങ്ങളെ തേടിയെത്തിയ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ അല്ല സ്വഹാബത്തിനെ സന്തോഷിപ്പിച്ചത്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ആ 2 നിമിഷങ്ങളെ സംബന്ധിച്ച് മഹാനായ സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ പറയുന്നത് കാണാം. സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒരുപോലെ നിവേദനം ചെയ്യപ്പെട്ട ഏറ്റവും ആധികാരികമായ ആ ഹദീസിൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, അന്ത്യനാൾ സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ലോകാവസാനത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പറയാറുണ്ട്. അന്ത്യനാളിന്റെ ചെറുതും വലുതുമായ അടയാളങ്ങളെ പലപ്പോഴും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അന്ത്യപ്രവാചകനായി, അള്ളാഹുവിന്റെ അന്ത്യദൂതരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതും നിയോഗിക്കപ്പെടുന്നതും ലോകം അന്ത്യത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ തെളിവാണ്. അതുകൊണ്ട് ലോകാവസാനം സംഭവിക്കുമെന്നറിയാം. എന്നാണ് സംഭവിക്കുക എന്നാണ് ഇനി തിരിച്ചറിയാനുള്ളത്. അതുകൊണ്ടാണ് മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ് എന്ന ഒരു ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഉയരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറു ചോദ്യമാണ് അതിന്റെ മറുപടിയായി ഉന്നയിക്കുന്നത്. വമാ അഅദത്ത ലഹാ,
അന്ത്യനാള് എന്ന് വരുന്നു എന്നതിലല്ല കാര്യമുള്ളത്. പരലോകത്തേക്ക് പോകുമ്പോൾ പാഥേയമായി അങ്ങ് എന്താണ് കൊണ്ടുപോകാൻ വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ചോദിച്ചത് ഒരു അസാധാരണമായ ചോദ്യമാണെങ്കിലും എൻ്റെ ജീവിതം സാധാരണമായ ജീവിതമാണ്. എല്ലാവരും നിസ്കരിക്കുന്നത് പോലെ 5 നേരം മാത്രമാണ് ഞാനും നിസ്കരിക്കാറുള്ളത്. എല്ലാവരും നോമ്പെടുക്കുന്നത് പോലെ പരിശുദ്ധ റമദാനിൽ മാത്രമാണ് ഞാനും നോമ്പെടുക്കാറുള്ളത്. അസാധാരണമായ ചോദ്യം ചോദിച്ചുവെങ്കിലും എൻ്റെ ജീവിതം സാധാരണമായ ജീവിതമാണ്. പക്ഷേ പരലോകത്തേക്ക് പോകുമ്പോൾ പാഥേയമായി കൊണ്ടുപോകാൻ എന്തുണ്ട് എൻ്റെ കൂടെ എന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസത്തോടുകൂടെ എനിക്ക് പറയാൻ കഴിയും, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, എനിക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായ അങ്ങയെയും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്, അവിടത്തോട് സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വിചാരണയുടെ വേദിയെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല. അന്ത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ സ്നേഹിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അന്ത്യപ്രവാചകന്റെ കൂടെ നിങ്ങൾക്കും ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറുപടി കേട്ടപാട് ചോദ്യകർത്താവ് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അതാ മനുഷ്യന്റെ മാത്രം സന്തോഷമായിരുന്നില്ല, ഞങ്ങളുടെ തലമുറയിലെ മുഴുവൻ ആളുകളുടെയും സന്തോഷമായിരുന്നു. സ്വഹാബികൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒന്നാമത്തെ സന്ദർഭം ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ച വേളയായിരുന്നു എന്ന് ആ ഹദീസിൽ തുടർന്ന് പറയുകയാണ്. فما رأيت المسلمين فرحوا بشيء بعد الإسلام فرحهم بها. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആനന്ദിച്ചത് ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിലാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈയിലേക്ക് ഞങ്ങളുടെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യം ഉച്ചരിച്ച വേളയാണ് ജീവിതത്തിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഈ ലോകത്ത് ഒരുപാട് സൂഫി വര്യന്മാരുണ്ട്, ഒരുപാട് മശായിഖ് ഉണ്ട്, ഒരുപാട് ഔലിയാ ഉണ്ട്, ഒരുപാട് പുണ്യവാളന്മാരുണ്ട്. പക്ഷേ ഏത് ആരിഫിനേക്കാളും സമുന്നതമായ പദവിയാണ് സ്വഹാബി എന്നുള്ള പദവി. ആ പദവിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്ന നിമിഷമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാമും അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചവരാണ്. അവിടെ അല്ലാഹുവിന്റെ അന്ത്യദൂതരാണെന്ന് അംഗീകരിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും അത് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നവരുമാണ്. പക്ഷേ സ്വഹാബത്തിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നു എന്ന കാര്യത്തിൽ സന്തോഷമുള്ളവരാണോ നാം? എത്രയോ കാര്യങ്ങളിൽ നാം അല്ലാഹുവിനെ സ്തുതിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, പുതിയ ഒരു വീട് വെക്കുമ്പോൾ, വാഹനം സ്വന്തമാക്കുമ്പോൾ, വിവാഹം ശരിയാകുമ്പോൾ, പരീക്ഷയിൽ പാസ്സാകുമ്പോൾ, ജോലി കിട്ടുമ്പോൾ, ഉയർന്ന ശമ്പളം നേടുമ്പോൾ, മക്കൾ ജനിക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്ന നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷം മനസ്സിൽ കൈവച്ചുകൊണ്ട്, ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യമുണ്ടായല്ലോ, അവിടുത്തെ അനുയായിയാകാനുള്ള സൗഭാഗ്യം കൈവന്നു ചേർന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സ്വഹാബികൾക്ക് അവരുടെ ഈമാനിന്റെ കാര്യത്തിൽ സന്തോഷിക്കാൻ സാധിച്ചത് എന്നറിയുമോ? അയ്യൂബുള്ളവൻ കാര്യക്കാരനായിരുന്ന കാലം ആർക്കും സമാധാനമില്ല, എവിടെയും സുരക്ഷിതത്വമില്ല.
ഏതൊരാളും പേടിക്കുകയാണ്, ഞാൻ ഏതു നിമിഷവും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, ഞാൻ സമ്പാദിച്ചത് മുഴുവനും കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, എൻ്റെ ആശ്രിതരായ സ്ത്രീകളും കുട്ടികളും ഏത് നിമിഷവും പീഡനങ്ങൾക്കിരയാവാൻ സാധ്യതയുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് ചുവടെടുത്തു കൊണ്ടുവന്ന എൻ്റെ സമ്പാദ്യങ്ങളും കച്ചവട ചരക്കുകളും ഒരാൾക്ക് ഞാൻ വിറ്റുകഴിഞ്ഞാൽ അത് വാങ്ങിയവൻ അതിൻ്റെ വില നൽകുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. വില തന്നില്ലെങ്കിൽ ചോദിക്കാനുള്ള സംവിധാനമില്ല. എത്രയോ പെൺകുട്ടികൾ മാതാപിതാക്കളാൽ തന്നെ പച്ചമണ്ണിൽ കുഴിച്ചു മൂടപ്പെടുന്ന സന്ദർഭമാണ്. നീതിയില്ല, നിയമമില്ല, യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. അങ്ങനെ വഴികാട്ടിക്കാൻ, വഴി കാണാൻ, വഴി കാണിച്ചു തരാൻ, മാർഗദർശനം ചെയ്യാൻ ഒരാളില്ലാത്തതിന്റെ വേദന നല്ല പോലെ അനുഭവിച്ച തലമുറയാണ് സ്വഹാബത്തിന്റെ തലമുറ. അതുകൊണ്ടാണ് അല്ലാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹമായി, പടച്ചവനിൽ നിന്നുള്ള ഒരു പ്രകാശമായി, ലോകത്തിന്റെ മുഴുവനും അധ്യാപകനായി, വിശ്വസമൂഹത്തിന്റെ മാർഗദർശകനായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയും ആ റസൂലിൽ വിശ്വസിക്കാൻ സാധിക്കുകയും ചെയ്തപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ടത് മാറിയത്. നമുക്കെന്തുകൊണ്ട് ആ സന്തോഷമില്ല? നമ്മുടെ ഈമാൻ അത് അലഞ്ഞു തേടിയെടുത്തതല്ല. ഈമാനിന് വേണ്ടി നമ്മൾ അന്വേഷണങ്ങൾ നടത്തിയിട്ടില്ല. അതിനുവേണ്ടി ഒരു അധ്വാനവും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടില്ല. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നാം ജനിച്ചു വീഴുമ്പോഴേ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരം പോലെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ഈമാൻ. അധ്വാനമില്ലാതെ കിട്ടിയ ഈമാൻ, അന്വേഷണങ്ങളില്ലാതെ കിട്ടിയ ഈമാൻ, അലഞ്ഞു നടക്കാതെ കിട്ടിയ ഈമാൻ. അതുകൊണ്ട് ആ ഈമാനിന്റെ വില നമ്മൾ അറിയുകയില്ല. വലത്തെ കാതിലും ഇടത്തെ ചെവിയിലുമായി നമ്മുടെ മാതാപിതാക്കൾ ജനിച്ച ഉടനെ ഓതിത്തന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് നാം അതിന്റെ മൂല്യം അറിഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ ഒരു മാർഗദർശി ഇല്ലാതിരുന്ന ലോകത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോൾ, അന്നത്തെ അന്ധകാരത്തെ തിരിച്ചറിയുമ്പോൾ, അന്നുണ്ടായിരുന്ന അരാജകത്വത്തിന്റെ ആഴം എത്രയായിരുന്നു, അതിന്റെ ഭീകരത എത്രമേലുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിലും നിയോഗത്തിലും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, നിരന്തരമായി ഉപദേശങ്ങൾ നടത്തി, ജീവിതത്തിലൂടെ സത്യം ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. ഭൂമിയുടെ മുകളിലുള്ള ഈ ജീവിതം എത്രയോ ഹ്രസ്വമാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു. മരണം ഉറപ്പുള്ള കാര്യമാണ്. അതിനേക്കാൾ സുനിശ്ചിതമാണ് മരണാനന്തര ജീവിതം. നാളെ പരലോകത്ത് വിചാരണയുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. വിജയിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർ നരകത്തിലേക്ക് പോകും. ഈ സന്ദേശങ്ങൾ നിരന്തരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ലോകത്തൊരു നല്ല ജനസമൂഹം രൂപാന്തരപ്പെട്ടു വന്നു. ഭൂമിയുടെ മുകളിൽ കിട്ടുന്ന ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അമൂല്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു ജനത, ഇവിടെ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വലിയ നഷ്ടമായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു ജനത, ഭൂമിയുടെ മുകളിൽ കിട്ടുന്ന ഓരോ സെക്കൻഡും അല്ലാഹുവിന്റെ ത്വഅത്തിലും ഇബാദത്തിലുമായി ആത്മാർത്ഥതയോടെ ചെലവഴിക്കുന്ന ഒരു സമൂഹമുണ്ടായി. തങ്ങളുടെ ശരീരത്തിനും അഭിമാനത്തിനും സമ്പത്തിനും ആത്മീയമായ അഭ്യുന്നതിക്കും ജീവിത വിജയത്തിനും തടസ്സമാകുന്ന സകലമാന തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ലജ്ജയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായി. ജീവിതത്തിൽ എന്തെല്ലാം വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത, ക്ഷമയോടെ സഹനത്തോടെ സംയമനത്തോടെ കാര്യങ്ങളെ കാണുന്ന ഒരു നല്ല തലമുറ ഇവിടെ ഉണ്ടായി വന്നു. ഇതൊക്കെ പുണ്യ റസൂലിലൂടെ സാധ്യമായതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായ എത്ര വലിയ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നാലും
ചുറ്റുമുള്ള പാവങ്ങളെ മറക്കാത്ത ഒരു തലമുറ ഈ ലോകത്ത് രൂപാന്തരപ്പെട്ടത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയാണ്. ഇങ്ങനെ ആത്മീയ രംഗത്തും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും മാർഗദർശനം നൽകാൻ നമുക്കൊരു നബിയുണ്ടായി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ആളുകൾ പരസ്പരം തമ്മിൽ തല്ലിച്ചാവുന്ന ആധുനിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. വഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ ഭൂമിയിലുള്ള വിഭവങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാനുള്ളതാണ്. ചില ആളുകൾ അമിതമായിട്ട് ആസ്വദിക്കുക, അനുഭവിക്കുക. വേറെ ചില ആളുകൾക്ക് ഈ അനുഭവങ്ങളെല്ലാം നിഷേധിക്കപ്പെടുക. അത് അനീതിയാണ്, അത് അസമത്വമാണ്, അത് ലോകത്ത് നടക്കാൻ പാടില്ലാത്തതാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. വലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ മക്കളായി വന്ന ഈ ലോകത്ത് മനുഷ്യരായി ജീവിക്കുന്ന എല്ലാവർക്കും ബഹുമാനമുണ്ട്. എല്ലാവരും ആദരണീയരാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളും അവന്റെ സൃഷ്ടികളുമാണ്. ഓരോരുത്തരുടെയും ശരീരത്തിന് മൂല്യമുണ്ട്, ജീവന് വിലയുണ്ട്, സമ്പത്തിന് വിലയുണ്ട്, അഭിമാനത്തിനും മൂല്യമുണ്ട്. ഒരാളും മറ്റൊരാളെ അന്യായമായി കൊലപ്പെടുത്തിക്കൂടാ, മറ്റൊരാളുടെ സമ്പത്ത് കരഗതമാക്കിക്കൂടാ, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ ഈ ലോകത്തൊരാൾക്കും അധികാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ്. എത്ര വലിയ ഉന്നതമായ പ്രഖ്യാപനം! മാത്രമല്ല, എല്ലാ മനുഷ്യരും ആദമിന്റെ മക്കളാണ്, ഒരേ പിതാവിന്റെയും മാതാവിന്റെയും സന്താനങ്ങളാണ്. എല്ലാവരും ഒരർത്ഥത്തിൽ ഏകോദര സഹോദരന്മാരാണ്. ഈ സന്ദേശമാണ് ലോകത്ത് സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാക്കിയത്. ഇതാണ് കുടുംബങ്ങളിൽ ഐക്യമുണ്ടാക്കിയത്. ഇതാണ് ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ കാരണമായത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവും നിയോഗവും ഈ ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്ക് മക്കളുണ്ടായതല്ല, നമ്മുടെ കയ്യിൽ സമ്പത്ത് വന്നു ചേരുന്നതല്ല, നമ്മൾ അധികാര സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുന്നതല്ല. ഏറ്റവും വലിയ അനുഗ്രഹം, ജീവിതത്തിന്റെ ഏറ്റവും വലിയ വസന്തം എന്ന് പറയുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമാണ്. അവിടുന്ന് നമ്മെ വഴി കാണിച്ചു എന്നുള്ളതാണ്. ആ സത്യത്തെ നമുക്ക് ബോധ്യമാകുമ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നുയരും, അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ നബിയാണ്. അതുകൊണ്ട് ആ നബിയുടെ പേരിൽ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്, ആ നബിയെ തന്നതിന്റെ പേരിൽ ഞാൻ നിന്നെ വാഴ്ത്തുകയാണ്. അപ്പോഴാണ് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. റബീഉൽ അവ്വലിൽ പരിപൂർണ ചന്ദ്രന്റെ സൗന്ദര്യത്തോടുകൂടെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന തമ്പുരാനെ നിന്നെ ഞങ്ങൾ പ്രകീർത്തിക്കുകയാണ് എന്ന് വിശ്വാസികൾ പറയുന്നത്. ആ ബോധത്തിൽ നിന്നാണ് അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങളെ പുണ്യ നബിയുടെ അനുയായികളാക്കി പടച്ചുവല്ലോ, നിനക്ക് സ്തുതി എന്ന് പറയുന്നത് മൗലിദിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെട്ടത് വെറുതെ എന്തൊക്കെയോ വാചകങ്ങളാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്ന ഉത്തമമായ ബോധ്യമുണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം അറിയാതെ പറഞ്ഞു പോകുന്ന സ്തുതിയും പ്രകീർത്തനങ്ങളും മാത്രമാണ്. മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച രണ്ടാമത്തെ സന്ദർഭം, എന്നെ സ്നേഹിക്കുന്നവരെല്ലാം നാളെ എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവന പുറത്തു വന്ന സമയമാണ്. എന്തുകൊണ്ട്? അവരെല്ലാവരും പുണ്യ നബിയുടെ ഒന്നാന്തരം മുഹിബ്ബുകളാണ്.
കേവലം ഒരു വലിയ മനുഷ്യനോട് തോന്നുന്ന ഒരു മതിപ്പല്ല അവരുടെ സ്നേഹം. ഒരു നല്ല മനുഷ്യനോട് സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന സ്നേഹമോ ആദരമോ അല്ല ആ പ്രവാചക സ്നേഹം. സ്വന്തം ശരീരത്തെക്കാൾ, ജീവനേക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഭാര്യാമക്കളെക്കാൾ, പുത്രകളത്രങ്ങളെക്കാൾ, സ്വത്തിനേക്കാളും, സമ്പാദ്യങ്ങളെക്കാളും, അധികാരങ്ങളെക്കാളും, സ്ഥാനമാനങ്ങളെക്കാളും, പേരിനേക്കാളും, പെരുമയേക്കാളും, പ്രശസ്തിയേക്കാളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിരുന്നു സ്വഹാബത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബ ഇലൈനാ മിനൽ മാഇൽ ബാരിദി അലൽ ളമഇ. മരുഭൂമിയിലൂടെ ഒറ്റക്കൊരാൾ ശക്തമായ വെയിലും ചൂടുമുള്ള സമയത്ത് ചുട്ടുപൊള്ളുന്ന മരുപ്പറമ്പിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഒറ്റക്കൊരാൾ പരിഭ്രമിച്ചു ഓടുകയാണ്. ഓടി ദാഹിച്ചു വലഞ്ഞ് മരണം മുന്നിൽ കാണുന്ന നേരത്ത് ഒരു കപ്പ് വെള്ളം അവന്റെ മുന്നിലേക്ക് ആരെങ്കിലും വെച്ചു നീട്ടിയാൽ ആ ദാഹിച്ചു വലഞ്ഞ മനുഷ്യന് വെള്ളത്തോട് തോന്നുന്ന ഇഷ്ടത്തെക്കാൾ വലിയ ഇഷ്ടമാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികളായ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത്. കഅബാലയത്തിന്റെ പരിസരത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ പരിഹസിക്കാൻ തുടങ്ങി. ആ പരിഹാസം മൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൈവെക്കാൻ ചില ആളുകൾ ധൈര്യപ്പെടുകയായി. അത് കണ്ടുകൊണ്ട് ബേജാറോടെ ഓടി വന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ്. ആളുകൾ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളുടെ ദേഹത്ത് ഞങ്ങളൊന്ന് കൈവച്ചാലോ? എല്ലാവരും ചേർന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയായി. തല്ലി അദ്ദേഹത്തെ അവശനാക്കി കളഞ്ഞു. താഴെ വീണുപോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബന്ധുക്കളായ ആളുകൾ ഓടി വന്ന് നോക്കുമ്പോ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോൾ അവർ ഓർത്തു, ഈ മനുഷ്യൻ ആളുകളുടെ തല്ലുകൊണ്ട് മരിച്ചു കിടക്കുകയാണെന്ന്. അവർ സിദ്ദീഖിനെ താങ്ങി എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. മണിക്കൂറുകളോളം പരിചരിച്ചു, ശുശ്രൂഷിച്ചു, മുഖത്ത് വെള്ളം കുടഞ്ഞു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെല്ലെ കണ്ണു തുറക്കുകയാണ്. ബോധം തെളിഞ്ഞു വരികയാണ്. ബോധം തെളിഞ്ഞു വരുന്ന ആദ്യത്തെ നിമിഷത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകൾ ചലിച്ചപ്പോൾ മാതാവും പിതാവും അടങ്ങുന്ന ആളുകൾ ശ്രദ്ധയോടുകൂടെ കേട്ടു. എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ളത്? അവിടുന്ന് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, മാ ഫഅല റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകനെ വേദനിച്ചിട്ടുണ്ടാകുമോ? പ്രവാചകനെ ആളുകൾ തല്ലിച്ചതച്ചിട്ടുണ്ടാകുമോ? സ്വന്തം ശരീരം ഒരു പ്രശ്നമല്ല, സ്വന്തം ശരീരം ഒരു വിഷയമല്ല. അതായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അസമത്തെ സിദ്ദീഖ് ഔർ ഫാറൂഖ് അഅ്സം മർഹബാ, एक शबीह है सिद्क है, एक अदिल की तस्वीर है. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അവസാന നിമിഷങ്ങൾ ഭാര്യയും മക്കളും ചുറ്റുഭാഗത്ത് കൂടി നിന്നുകൊണ്ട് കരയുകയാണ്. വാ കർബ സൗജാ, എന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാൻ പോവുകയാണല്ലോ, അനന്തമായ ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണല്ലോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് കാണേണ്ടി വരും, അദ്ദേഹത്തിന്റെ കാലശേഷം ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഓർത്തുകൊണ്ട് ഭാര്യാമക്കൾ ഇങ്ങനെ കരയുമ്പോ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാത്ര പോകുന്ന എനിക്കില്ലാത്ത ദുഃഖം ഇതിന്റെ കാണികളായ നിങ്ങൾക്ക് എന്തിനാണ്?
നിങ്ങളെ വിട്ടുപോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ആ സങ്കടത്തെ മറക്കാൻ എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. ഞാൻ പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്കാണ്. മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തെത്തിച്ചേർന്നാൽ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തു ചെന്ന് കാണാമല്ലോ. നാളെ ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതോർക്കുമ്പോൾ എൻ്റെ വദനാംബുജങ്ങളിൽ വെളിച്ചം വരികയാണ്. അതോർക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുടിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മരണത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ വേദനിക്കേണ്ടതില്ല എന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഭാര്യ മക്കളെക്കാൾ അവിടുന്ന് സ്നേഹിച്ചത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മദീനയിലെ അൻസ്വാരികൾ ആ കാലഘട്ടത്തിലെ പേരുകേട്ട കർഷകരാണ്. ഈത്തപ്പനയാണ് അവരുടെ പ്രധാനപ്പെട്ട കൃഷി. വെയിലിന് ചൂട് കൂടുന്ന കാലത്ത് ഈത്തപ്പഴം പഴുത്തു പാകമാകുന്ന സമയത്ത്, അത് പറിക്കുന്ന സമയത്ത് മദീനയിലാകെ ഉത്സവ പ്രതീതിയാണ്. ഒരു വർഷത്തെ അവരുടെ കടങ്ങളും ബാധ്യതകളും വീട്ടുന്ന നേരമാണ്. അടുത്ത വർഷത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ചു വെക്കുന്ന സമയമാണ്. മദീനയുടെ മണ്ണിലും മനസ്സിലും ആനന്ദം നിറയുന്ന വേളയാണ്. ഈത്തപ്പഴങ്ങൾ വിളവെടുക്കുന്ന കാലം. പക്ഷേ ഒരു വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികളോട്, കർഷകരായ സ്വഹാബികളോട് പറയുകയാണ്, പോകാം നമുക്ക് തബൂക്കിലേക്ക്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടാൻ അവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. അൻസ്വാറുകൾ എല്ലാം മറക്കുകയാണ്. അവർ കൃഷിയെ മറന്നു, വിളവെടുപ്പിനെ മറന്നു, വരുമാനത്തെ മറന്നു, ഒരു വർഷത്തെ ഉത്സവത്തെ മറന്നു. സമ്പത്തിനേക്കാളും വലുതായിരുന്നു അവർക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദല്ലലഹുൽ അംവാല മിൻ ജുല്ലി മാലിനാ വഅൻഫുസനാ ഇൻദൽ വഗാവത്ത ആസിയാ നുഅദില്ലദി അഅദാ മിനന്നാസി കുല്ലിഹിം ജമീഅൻ വഇൻ കാനൽ ഹബീബൽ മുസാഫിയാ. അങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ ഹൃദയം. അത് പ്രവാചക സ്നേഹം കൊണ്ട് തുടിക്കുന്ന, സ്പന്ദിക്കുന്ന മനസ്സുകളായിരുന്നു. നമുക്കിന്നില്ലാതെ പോകുന്നതും ആ ഹുബ്ബാൻ. സ്വന്തം ജീവനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഹുബ്ബിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഇന്ന് ലോകത്ത് നാം കാണുന്ന, ബാഹ്യമായിട്ട് വീക്ഷിക്കുമ്പോൾ കാണുന്നത് രണ്ടു തരത്തിലുള്ള മുസ്ലിമീങ്ങളെയാണ്. ഒന്നാമത്തെ വിഭാഗം, ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാൻ വേണ്ടി മത്സരിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. വേറൊരു വിഭാഗം, ഒരു ന്യൂനപക്ഷമോ, മദ്ഹ് പറയാൻ മടി കാണിച്ചുകൊണ്ട് അറപ്പോടുകൂടെ മാറി നിൽക്കുന്ന ആളുകൾ. മാറി നിൽക്കുക മാത്രമല്ല, മദ്ഹ് പറയുന്ന മഹാഭൂരിപക്ഷം ആളുകൾ ബുദ്ധിശൂന്യരാണ് എന്ന് ആക്ഷേപിക്കുന്നു. ഒരു വേള ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പോലും പുറത്തു പോയവരാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു, ധിക്കാരം കാണിക്കുന്നു. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാനുള്ള തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് നൂറുകണക്കിന് ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാൻ, അവിടുത്തെ മദ്ഹ് പറയാൻ, അവിടുത്തെ ജന്മത്തിലും നിയോഗത്തിലും സന്തോഷം പ്രകടിപ്പിക്കുവാൻ, അവിടുത്തെ സുന്നത്തുകളെ ഇത്തിബാ ചെയ്യാൻ എത്രയോ ആഹ്വാനങ്ങൾ കണ്ടിട്ടും അവർ പറയുന്നു, ഞങ്ങൾക്ക് മദ്ഹ് ചെയ്യാൻ ആവശ്യമായ തെളിവ് കിട്ടിയിട്ടില്ല. എന്താണ് ഈ തെളിവിന്റെ അർത്ഥം? ഇതേ കാര്യം നിരീശ്വരവാദികളായ ആളുകളും പറയാറുണ്ട്. നമ്മൾ പറയും അല്ലാഹു ഉണ്ട്, അവൻ ഏകനാണ്, അവനെ അല്ലാതെ മറ്റാരെയും ആരാധിച്ചുകൂടാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ അനശ്വരമായ സത്യത്തെക്കുറിച്ച് വിശ്വാസികളായ നാം പറയുമ്പോൾ അവർ ചോദിക്കും, അതിന്റെ തെളിവെന്താണ്?
നിരീശ്വരവാദി പറയും അതിന്റെ തെളിവെന്താണ്? നമ്മൾ മറുപടി പറയും അതിന്റെ തെളിവ് ഈ പ്രപഞ്ചം തന്നെയാണ്. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വിസ്മയങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഏകനായ അല്ലാഹുവിനെ കണ്ടെത്താൻ സാധ്യമാകും. അത്രയും ദൂരം പോകണമെന്നില്ല. സ്വന്തം ശരീരത്തെ ഒന്ന് വിലയിരുത്തിയാൽ മതി. ഈ കൊച്ചു ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ മതി. ഒരാൾക്കും മനസ്സിലാകും അല്ലാഹു ആരാണെന്ന്, അല്ലാഹു ഏകനാണെന്ന്. अगर दो खुदा हो तो संसार में तो दोनों लड़ा होते संसार में. ഏകനായ അല്ലാഹുവിന്റെ സൃഷ്ടിയുടെ സംവിധാനത്തിന്റെ രഹസ്യമാണ് ഈ പ്രപഞ്ചത്തിലും ശരീരത്തിലും ഒളിഞ്ഞു കിടക്കുന്നത്. പക്ഷെ നിരീശ്വരവാദി പറയും എനിക്കതിനുള്ള തെളിവ് കിട്ടിയിട്ടില്ല. ആ തെളിവിന്റെ അറബിയിൽ നമ്മൾ എന്താണ് പറയുക? സാധാരണ തെളിവ് എന്ന മലയാള പദത്തിന് ദലീൽ എന്നാണ് അറബിയിൽ പറയുക. പക്ഷേ മദ്ഹിൽ നിന്ന് മാറി നിൽക്കുന്നവർ ഉന്നയിക്കുന്ന ഈ തെളിവ്, നിരീശ്വരവാദികൾ പറയുന്ന ഈ തെളിവിന്റെ അറബി ഹിദായത്ത് എന്നാണ് പറയുക. നിരീശ്വരവാദിക്ക് കിട്ടാതെ പോയിട്ടുള്ളത് ആ ഹിദായത്താണ്. അല്ലാഹുവിൽ അടിസ്ഥാനപരമായ വിശ്വാസം ഉൾക്കൊള്ളാൻ ആവശ്യമായ ഹിദായത്ത് അത് കിട്ടാത്തിടത്തോളം കാലം ഒരു നിരീശ്വരവാദിക്കും വിശ്വാസിയാവാൻ സാധ്യമല്ല. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. എന്റെ ഭാഗത്ത് നിന്ന് ഹിദായത്ത് വന്നു ചേർന്നിട്ടില്ലാത്ത ആളുകൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് വേദനിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഹിദായത്ത് കിട്ടുമ്പോൾ മാത്രമാണ് അവനിൽ വിശ്വസിക്കാൻ ഒരു മനുഷ്യന് സാധ്യമാകുന്നത്. ആ ഹിദായത്ത് കേവലമായ ഒരു വിശ്വസിക്കാൻ മാത്രമുള്ളതല്ല. വിശ്വാസിയായ മനുഷ്യന് ജീവിതത്തിൽ നിരന്തരമായി വീണ്ടും വീണ്ടും ഹിദായത്തും തൗഫീഖും ലഭിച്ചുകൊണ്ടിരിക്കണം. നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് മുന്നേറുവാൻ, നല്ല ചിന്തകൾ മനസ്സിലുണ്ടായി വരാൻ, നല്ല വാക്കുകൾ നാവിൽ നിന്ന് പുറത്തു വരാൻ, ജീവിതത്തിൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, അതിനെല്ലാം ഒരു ഹിദായത്തും തൗഫീഖും ആവശ്യമാണ്. അതുകൊണ്ടല്ലേ സത്യവിശ്വാസികളായ നമ്മൾ, ഈമാനിനെ സ്വീകരിക്കാൻ ഹിദായത്ത് കിട്ടിയ നമ്മൾ ജീവിത ഓരോ നിമിഷവും ആവർത്തിച്ചുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഓരോ ദിവസവും 17 വട്ടം നിർബന്ധമായും 100 കണക്കിന് തവണ ഐച്ഛികമായും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ തമ്പുരാനെ. അടിസ്ഥാനപരമായ ഹിദായത്ത് കിട്ടിയവരാണ് നമ്മൾ. അത് നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, വീണ്ടും വീണ്ടും നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് മുന്നേറാൻ നമുക്ക് ഹിദായത്തും തൗഫീഖും വേണം. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി അത് തേടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടില്ലേ ലോകത്ത് എത്രയെത്രയോ മുസ്ലിമുകൾ, അവർക്ക് അടിസ്ഥാനപരമായ ഹിദായത്ത് ലഭിച്ചുവെങ്കിലും നിസ്കരിക്കാൻ മനസ്സ് വരുന്നില്ല. मस्जिद तो बना दी शब्बर में ईमान की हरारत वालों ने मन अपना पुराना पापी हो बरसों में नमाजी बन न सका. മുസ്ലിമാണ്, പക്ഷേ നിസ്കരിക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. നിസ്കരിക്കാൻ ആവശ്യമായ ഒരു ഹിദായത്തും തൗഫീഖും അല്ലാഹുവിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടില്ല. കൊറോണ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗവും അവരാണ്. കൊറോണ വരുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാതെ ജീവിക്കുന്നതിൽ അവർക്ക് മനപ്രയാസമുണ്ടായിരുന്നു. മനസ്സാക്ഷിയിൽ നിന്നൊരു കുത്തു കിട്ടിയിരുന്നു. ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് ആളുകളെ അഭിമുഖീകരിക്കുക എന്നൊരു പ്രശ്നമോ ഉണ്ടായിരുന്നു. ഒരു തരം കുറ്റബോധമുണ്ടായിരുന്നു. കൊറോണ വന്നപ്പോ ആ കുറ്റബോധം പോയി, ആ മനസാക്ഷി കുത്ത് ഇല്ലാതായി. അടിസ്ഥാനപരമായ വിശ്വാസം ഉൾക്കൊള്ളാനുള്ള ഹിദായത്തിനപ്പുറത്ത് എല്ലാ നന്മകൾക്കും അല്ലാഹുവിൽ നിന്നൊരു ഹിദായത്തും തൗഫീഖും വേണമെന്നതിന്റെ തെളിവ് പോലെ സൂറത്തുൽ ഹജ്ജിലെ 24ാമത്തെ വാചകം നമ്മുടെ മുമ്പിലുണ്ട്. വഹുദൂ ഇലാ ത്വയ്യിബി മിനൽ ഖൗൽ വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്.
ഹമീദ്. സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, എല്ലാ സമയത്തും നല്ലതു മാത്രം പറയാനുള്ള ഒരു തൗഫീഖും ഹിദായത്തും ചില ആളുകൾക്ക് അല്ലാഹു പ്രത്യേകമായി നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹിദായത്ത് ലഭിക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, ആ നബിയുടെ പേരിൽ മദ്ഹ് പാടാനും പറയാനുമുള്ള ഒരു മനസ്സ് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായി വരുന്നത്. അത് ഹിദായത്ത് കിട്ടാത്തതിന്റെ കുഴപ്പമാണ്, തൗഫീഖ് ഇല്ലാതെ പോയതിന്റെ കുഴപ്പമാണ്. അവരെ നമുക്ക് വെറുതെ വിടാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്ഹ് പാടുകയും പറയുകയും ചെയ്യുന്ന നാം, നമ്മുടെ മദ്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദമ്യമായ ഹുബ്ബിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മദ്ഹ് പലതരത്തിലുമുണ്ട്. ജോസഫ് സ്റ്റാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നുണ്ട്, മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, OV വിജയൻ പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ ലക്ഷക്കണക്കിന് ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവദാന പ്രകീർത്തനങ്ങൾ നടത്തുന്നത് കാണാൻ സാധിക്കും. പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളോട്, അവിടുത്തെ സന്ദേശങ്ങളോട്, അവിടുത്തെ ദർശനങ്ങളോട് തോന്നി ഒരു മതിപ്പിന്റെ പിൻബലത്തിൽ പറയുന്ന വാക്കുകളാണ്. നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്നത്. ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടണമെന്ന ആഗ്രഹത്തോടെ മദ്ഹ് ചെയ്യുമ്പോൾ ആ മദ്ഹ് കേവലമായ ഒരു പ്രശംസയല്ല, അത് സ്വന്തം ജീവനേക്കാൾ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തോന്നുന്ന അനുരാഗത്തിൽ ചാലിച്ച ഒരു മദ്ഹായിരിക്കണം. അമേരിക്കൻ ജേണലുകൾ ഈ അടുത്ത കാലത്ത് 2-3 ആഴ്ചകൾക്ക് മുമ്പ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ദീർഘമായ ഫീച്ചറുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കൊറോണ പോലെ പാൻഡമിക് ഡിസീസുകളെ ഡിഫീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ലോകത്താദ്യമായി ശാസ്ത്രീയ സംവിധാനങ്ങൾ വിളംബരം ചെയ്തതും അത് വിജയകരമായി നടപ്പിലാക്കിയതും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തുറന്നു പ്രശംസിക്കുകയുണ്ടായി. കൈ കഴുകുന്നതിന്റെ മഹത്വം ഇതുപോലെ എടുത്തു പറഞ്ഞ മറ്റൊരു നായകൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. മന്നാമ വഫീ യദിഹി ഗംറുൻ ഫലം യഗ്സിൽ യദഹു ഫഅസാബഹു ശൈഉൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് സ്വന്തം കൈ പരിപൂർണമായും ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്താതെ ഉറങ്ങാൻ കിടക്കരുത് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻകൈ രണ്ടും ശരിയായിട്ട് കഴുകുന്നതാണ്. ഇദസ്തൈഖദ അഹദുകും മിൻ നൗമിഹി ഫലാ യുദ്ഖിലു യദഹു ഫീ വുളൂഇഹി ഖബ്ല അൻ യഗ്സിലഹാ. എഴുന്നേറ്റ ഉടനെ കൈകൾ രണ്ടും നന്നായി കഴുകാതെ നിങ്ങൾ പാത്രത്തിലേക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ടുപോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയുണ്ടായി. മിൻ ബറകത്തി ത്വആം അൽ വുദൂഉ ഖബ്ലഹു വൽ വുദൂഉ ബഅദഹു. ഭക്ഷണത്തിന്റെ മുമ്പും ശേഷവും കൈ കഴുകണമെന്ന് പഠിപ്പിച്ചു. നിസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും മറ്റുമായി വുദൂ ചെയ്യാൻ അവിടുന്ന് പ്രേരിപ്പിച്ചു. ആ വുദൂഇന്റെ ഫർളുകളിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത് വുദൂഇന്റെ സുന്നത്തുകൾ വീട്ടുന്നതിന്റെ ഭാഗമായി 2 മുൻകൈയും 3 തവണ കഴുകുക എന്നുള്ളതാണ്. കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം സാംക്രമിക രോഗങ്ങൾ ഉള്ളപ്പോൾ മാത്രമല്ല, ജീവിതത്തിലുടനീളം കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊരാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കോട്ടുവായിടുമ്പോൾ, തുമ്മുമ്പോൾ, മൂക്ക് ചീറ്റുമ്പോൾ
കൈകൊണ്ടോ തൂവാല കണ്ടോ മുഖം മൂക്കുമെല്ലാം മറച്ചു വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇന്ന് ലോകരാജ്യങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് രോഗങ്ങൾ പകരാതിരിക്കാൻ ഈ സംവിധാനങ്ങൾ ചെയ്യണമെന്ന്. രോഗമുള്ളപ്പോൾ മാത്രമല്ല, ഏതു സമയത്തും മനുഷ്യർ തമ്മിലുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ ഇടപാടുകളിലെ പ്രാഥമിക മര്യാദകളിൽ എണ്ണി ഇതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാംക്രമിക രോഗസാധ്യതയുള്ള രോഗികളിൽ നിന്ന് ഒരു കുന്തത്തിന്റെ കണക്ക് അകന്നു നിൽക്കണമെന്നും ലോകത്താദ്യമായി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി വിളിച്ചു പറഞ്ഞതും അത് വിജയകരമായി നടപ്പിലാക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. ഇതുപോലെയുള്ള ഒരു മദ്ഹായിരിക്കരുത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. കേവലം ഒരു അധ്യാപനത്തോടുള്ള മതിപ്പിൽ നിന്ന് ഉദിർത്തെറിഞ്ഞു വരുന്നതാവരുത് നമ്മുടെ മദ്ഹ്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദമ്യമായ അനുരാഗത്തിൽ നിന്ന് വരുന്നതാകണം അത്. ആ ഹുബ്ബ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴേ സ്വലാത്തിന് മാധുര്യം ഉണ്ടാവുകയുള്ളൂ. ആ ഹുബ്ബ് നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞു നിൽക്കുമ്പോഴേ മദ്ഹ് ചെയ്യാൻ നമുക്ക് ആവേശവും ആത്മാർത്ഥതയും വരികയുള്ളൂ. ആ ഹുബ്ബ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ സൗന്ദര്യം നമുക്ക് ബോധ്യമാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ഹരമായി മാറുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗാന്ധി ജയന്തി പ്രഭാഷണത്തിൽ മുമ്പ് സുകുമാർ അഴീക്കോട് ഒരു കാര്യം പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം ഒക്ടോബർ 2 മാത്രം നമ്മൾ ഗാന്ധിയുടെ ദർശനങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. കൊല്ലത്തിലെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നാം ആ ഗാന്ധിയെ ചെവിട്ടി അരക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ നർമ്മ ഭാഷയിൽ അന്ന് അഴീക്കോട് സാറ് പറഞ്ഞത് ഒക്ടോബർ 2 മാത്രം നമ്മൾ ഗാന്ധി ജയന്തി ആചരിക്കുകയും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഗാന്ധി പരാജയന്തി ആചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെയാകരുത് നമ്മുടെ നബിദിനം. റബീഉൽ അവ്വൽ 12 ഈ വർഷവും കടന്നു പോവുകയാണ്. റബീഉൽ അവ്വൽ 12 കടന്നു പോയത് കൊണ്ട് നബിദിനം കടന്നു പോകാൻ പാടില്ല. വർഷത്തിലെ ഒരു ദിവസം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒരു മാസമോ മാത്രം നബിയുടെ മദ്ഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവദാന പ്രകീർത്തനങ്ങൾ, അവിടുത്തെ സുന്നത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ, അത് കഴിഞ്ഞാലെല്ലാം അടക്കി വെച്ചു. ഇനി അടുത്ത വർഷമാകാം നബി സ്മരണ, ഇനി അടുത്ത കൊല്ലമാകാം നബിയുടെ മദ്ഹ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പാടില്ല. പ്രഭാതത്തിലും പ്രദോഷത്തിലും മധ്യാഹ്നത്തിലും പാതിരാ സമയത്തും ഓരോ ചലനത്തിലും നിശ്ചലനത്തിലും ഓരോ അനക്കത്തിലും അടക്കത്തിലും ഓരോ പുഞ്ചിരിയിലും കരച്ചിലും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഒരാളെ സ്നേഹിക്കുമ്പോഴും വെറുക്കുമ്പോഴും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പൊരുത്തവും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് വരാൻ സാധിക്കുമ്പോ കേവലം റബീഉൽ അവ്വൽ 12 മാത്രമല്ല, കൊല്ലത്തിലെ എല്ലാ ദിവസവും നമുക്ക് നബി ദിനമായി മാറ്റാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് നമുക്ക് തീർക്കാവുന്നതാണ്. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ഇഷ്ഖ് ഹേ നാറേ ഹയാത്ത്, ഇഷ്ഖ് ഹേ നൂറേ ഹയാത്ത്. പ്രവാചകനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ അനുരാഗം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അഗ്നി. ആ അനുരാഗം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചവും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറണം. മാറിക്കഴിഞ്ഞാൽ وما كان الله ليعذبهم وأنت فيهم സൂറത്തുൽ അൻഫാലിന്റെ 33ാമത്തെ വാചകത്തിൽ അല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങ് ഈ ഉമ്മത്തിൽ സജീവമായി നിൽക്കുന്നിടത്തോളം കാലം ഈ ഉമ്മത്തിന് ഒരു വേദനയും വേട്ടയാടുകയില്ല, ഒരു ആശങ്കയും അവരെ അലട്ടുകയില്ല, ഒരു അദാബും അവരെ തേടി വരികയില്ല.
ഇന്ന് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. സർവ പ്രതിസന്ധികൾക്കുമുള്ള പൂരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തു മാത്രമല്ല പരലോകത്തും നമുക്ക് വിജയിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വാഹ്ലനാ ഇൻലാഅ സയ്യിദി ഖൈറൻ നബി. അത് കേവലം ഒരു ഗാനശീലല്ല, അത് നമ്മുടെ ആത്മാവിന്റെ തേട്ടമാണ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന സാഫല്യമായിട്ട് മാറണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മഹത്തായ സംരംഭത്തിന്റെ സംഘാടകർ, ഇതിന്റെ അണിയർ ശില്പികൾ, പ്രവർത്തകന്മാർ, ധാരാളം നമ്മുടെ യുവ പണ്ഡിതന്മാർ, കാരണവന്മാർ, പ്രവർത്തകർ, സംഘടനാ നേതാക്കൾ എല്ലാവരെയും അല്ലാഹു തആല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് ഇരുലോക വിജയികളിൽ പെടുത്തട്ടെ. ഒരുപാട് പ്രതിസന്ധികളെ ഓരോ വർഷവും അതിജീവിച്ചുകൊണ്ടാണ് തൊടുപുഴയിലെ ഈ മദ്ഹുർ റസൂൽ SKSSFന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തി വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വർഷവും അത് നടക്കുന്നു. എല്ലാ വർഷവും ഇത് ഏറ്റവും സജീവമായി കൂടുതൽ ചടുലതയോടെ, ആത്മാർത്ഥതയോടെ, ആവേശത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇത് നമ്മുടെ ജീവിത വിജയത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാക്കി മാറ്റാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പ്രാർത്ഥന കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട്, മറ്റു പലതരത്തിലുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ട് ഈ മദ്ഹുർ റസൂലിന്റെ കൂടെ നിന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലോകം ഇന്ന് കടന്നു പോകുന്ന ഈ മഹാമാരിയിൽ നിന്ന്, എല്ലാ വിഷമങ്ങളിൽ നിന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാനും അള്ളാഹുവിന്റെ തിരുദർശനം എന്ന മഹത്തായ സൗഭാഗ്യം നേടിയെടുക്കാനും നമുക്കെല്ലാവർക്കും അവൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ജമിയത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ജലീൽ ഫൈസി ഉസ്താദ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സമാദരണീയനായ മദ്ഹുർ റസൂൽ കോൺഫറൻസിന്റെ അധ്യക്ഷൻ, സുന്നി മഹല്ല ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ ഷാജഹാൻ ഡോക്ടർ സഹോദരൻ, വേദിയിലുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, ഉമറാക്കളെ, സമസ്ത കേരളത്തിലുള്ള മാഹിതമായ ആദർശപ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി യുവജന പടയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷാവർഷങ്ങളിലായി നടന്നു വരുന്ന മദ്ഹുർ റസൂൽ കോൺഫറൻസിൻ്റെ 9ാമത് സംഗമത്തിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹുദവിയുടെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നാം കേട്ടുകഴിഞ്ഞു. അൽഹംദുലില്ലാഹ് മഹിതമായ ഈ പരിപാടിക്ക് പര്യവസാനം കുറിക്കപ്പെടുകയാണ്. ഈ അവസരത്തിൽ സുദീർഘമായൊരു ഭാഷണത്തിലേക്ക് എതിരാതെ ഇന്നലകളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തെ നമ്മുടെ ജില്ലയിൽ നട്ടുവളർത്തി പ്രബോധനം ചെയ്ത് നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചെന്ന ധാരാളം പണ്ഡിത ശ്രേഷ്ഠർ, ആ പണ്ഡിതന്മാർക്കെല്ലാം മനസ്സാവാച കർമ്മണ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത നമ്മുടെ ജില്ലയിലെ മഹല്ല് ഭാരവാഹികൾ, ഉമറാക്കൾ, അങ്ങനെ ധാരാളം ആളുകൾ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകും. ഈ പ്രൗഢമായ സമസ്തയുടെ SKSSFന്റെ ഈ സമ്മേളനത്തിൽ അവരെ പ്രത്യേകം പേരെടുത്ത് പറയാൻ സാധ്യമല്ലെങ്കിൽ പോലും അവരെ ഒന്ന് ശ്രമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ വേദി ഒഴിയുകയാണ്. പ്രിയമുള്ളവരെ, ഈ മദ്ഹുർ റസൂൽ കോൺഫറൻസിൻ്റെ മഹിതമായ ഈ സംഗമം ഓൺലൈൻ വഴിയാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇതിൻ്റെ അണിയറയിൽ ധാരാളം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്.
അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആമുഖമായ ദുആ ചെയ്തു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തെ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ നമ്മുടെ ജില്ലയിൽ കെട്ടിപ്പടുക്കുകയും പ്രബോധന പ്രവർത്തന ദൗലത്തിന്റെ മേഖലകളിൽ സജീവമായിരിക്കുകയും ചെയ്ത ധാരാളം ആലിമീങ്ങൾ ഉമറാക്കൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഉടമസ്ഥനായ അല്ലാഹുവേ, അവരുടെയൊക്കെ കബറിടങ്ങളെ നീ സ്വർഗ്ഗപൂന്തോപ്പാക്കണേ തമ്പുരാനെ. പടച്ചവനെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തെ സ്നേഹിച്ച് അതിന്റെ മദ്രസ സംവിധാനങ്ങളെ ഏറ്റെടുത്ത് തൊടുപുഴ താലൂക്കിലും അതുപോലെ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിലെല്ലാം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അംഗീകരിച്ചുകൊണ്ട് സമസ്ത നടത്തുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിൽ പങ്കാളികളായ ഒരുപാട് ഉമറാക്കൾ, മഹല്ലിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് ആളുകൾ, സാധാരണക്കാർ, പട്ടിണി പാവങ്ങൾ, കൂലിവേല ചെയ്യുന്നവർ, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും ചേർന്ന് നിന്നുകൊണ്ടും സഹായിച്ച ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്നും വിടപറഞ്ഞു പോയി. റബ്ബേ, ഈ മഹിതമായ സംഗമത്തിൽ ഞങ്ങൾ അവരെ പ്രത്യേകമായി അനുസ്മരിക്കുന്നതോടൊപ്പം അല്ലാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം ഈ സന്തോഷവും റാഹത്തും നിറഞ്ഞതാക്കി കൊടുക്കണേ തമ്പുരാനെ. ഈ വർഷത്തെ കോവിഡ്-19 പശ്ചാത്തലത്തിൽ മദ്ഹൂർ റസൂൽ കോൺഫറൻസിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഓൺലൈൻ വഴിയാണെങ്കിലും എത്തിക്കുവാൻ വേണ്ടി സഹായിച്ച മണ്ണപ്പുറം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയോട് പ്രത്യേകമായി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഉടമസ്ഥനായ അല്ലാഹു ഈ മഹല്ലിനെ പുരോഗതിയിലേക്ക് അല്ലാഹുവിനെ നയിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഈ പള്ളിയുടെ ഓരോ ചാരത്ത് കിടക്കുന്ന ഈ മഹല്ലിനെ കെട്ടിപ്പടുത്ത് നാളിതുവരെ വളർത്തി വലുതാക്കി ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ച ഒരുപാട് ആളുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കോവിഡ്-19 എന്ന മഹാമാരിയെ ഉടമസ്ഥനായ അല്ലാഹു ഞങ്ങളിൽ നിന്നും നീ ഉയർത്തി കളയണമേ തമ്പുരാനെ. പടച്ചവനെ, കോവിഡ്-19 പിടിയിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും മാലോകരം മുഴുവനും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, മദ്ഹൂർ റസൂൽ എന്ന മഹിതമായ ഈ സംഗമത്തിൽ സംബന്ധിച്ച കാരണത്താൽ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുൽ ഉളമയിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ പങ്കാളികളാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈമാനോടെ ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ ഇസ്സത്തോടെ മരണപ്പെടുന്ന സജ്ജനങ്ങളിൽ സാധുക്കളായ പാവങ്ങളായ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ലോകത്ത് കോവിഡിന്റെ പിടിയിലകപ്പെട്ട് ഒരുപാട് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും അകപ്പെട്ടു പോയ കോടാനും കോടി ജനവിഭാഗം ആളുകൾ ആശ്വാസത്തിന്റെ, അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ കരങ്ങൾ അവരിലേക്ക്, കാരുണ്യത്തിന്റെ നോട്ടം അവരിലേക്ക് നീ നോക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യത്തിന്റെ അന്തസ്സും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു തലമുറയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ഈ രാജ്യത്തെ സർവ്വജനങ്ങൾക്കും അല്ലാഹു, ഈ രാജ്യത്തിന്റെ ഭരണാധിപന്മാർക്ക്, ന്യായാധിപന്മാർക്ക്, അല്ലാഹു, ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിക്ക് എല്ലാം നീ തോന്നിപ്പിക്കുകയും അതിനുള്ള തൗഫീഖ്, അത് അനുഭവിക്കുവാൻ ആസ്വദിക്കുവാനുള്ള അവസരം ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുമാ മസ്ജിദിന്റെ ആദരണീയനായ പ്രസിഡന്റ് BH കരീം റാവുത്തർ സാഹിബ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മറ്റ് വനിത ശ്രേഷ്ഠന്മാരെ, സംസ്ഥാനങ്ങളിലെ വർഷങ്ങളുടെ നേതാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഞാൻ ഇടുക്കിയിലെ സംസ്ഥയുടെ 2 പരിപാടിയാണ് നമ്മുടെ ഇടുക്കിയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മനുഷ്യരാജ്യ, നമ്മുടെ ഈ മദ്ഹൂർ റസൂൽ. കഴിഞ്ഞ 8 വർഷം നാം മദ്ഹൂർ റസൂൽ വളരെ ഭംഗിയായി ആർപ്പത്തോടുകൂടി തൊടുപുഴയിൽ നടന്നു വന്നിരുന്നു. കഴിഞ്ഞ വർഷവും അതിൻ്റെ അടുത്ത വർഷവും മങ്ങാട്ടുകരയിൽ നിന്ന് അക്കരയിലേക്ക് വേദി മാറിയപ്പോൾ ഞങ്ങൾ ഈ വണ്ണപ്പുറത്ത് അവിടെ കഴിഞ്ഞ വർഷവും അടുത്ത വർഷവും തമ്മിൽ തമ്മിൽ മാറി. ഈ കോൺഫറൻസ് നമ്മുടെ വണ്ണപ്പുറത്തായിരുന്നുവെങ്കിൽ
അല്ലെങ്കിൽ ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ പരസ്പരം അവിടേക്ക് സംസാരിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടതുകൊണ്ടാണോ എന്തോ ഈ വർഷം ഈ മഹത്തായ സംരംഭം നമ്മുടെ ഈ മണ്ണപ്പുറത്ത് തന്നെ നടത്താൻ അള്ളാഹു അനുഗ്രഹിച്ചു. ആയത് ഇതിൽ കൂടുതൽ വിപുലമായ കടത്തവല്ലം നടത്തുമ്പോഴും ഒരു കൊല്ലമെങ്കിലും വിപുലമായി നടത്തുന്ന വിധത്തിൽ ഈ മണ്ണപ്പുറത്തിന് നൽകുവാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ ആളുകളോടും സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ കോവിഡ്-19 ഏറ്റവും വലിയ ഗതികേട് അനുഭവിക്കുന്ന മുസ്ലിം സമുദായം, അതിലുപരി ഈ പണ്ഡിത വർഗവുമാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മളെ ഇനി ഭാവിയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആളുകൾ വർഷങ്ങളായി ഇതുപോലുള്ള പ്രബോധനങ്ങളും സാമീപ്യങ്ങളും ഉപദേശങ്ങളും എല്ലാം നൽകി ഒരു പരിധി വരെ ജനത്തെ ദീനിനോട് അടുത്ത് നിർത്താൻ സാധിച്ചുവെങ്കിൽ ഈ മഹാമാരി ഒരു കാരണമായിക്കൊണ്ട് ഒരു നല്ലൊരു ശതമാനം, ഒരു 40% ജനങ്ങളെങ്കിലും ഒരു മടിയന്മാരായി തീരുന്ന ഒരു രംഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഒന്ന് പരിവർത്തിപ്പിക്കുവാൻ ആലിമ്യങ്ങളായ നിങ്ങൾക്ക് വളരെയധികം ഭാവിയിൽ പാടുപെടേണ്ടതായി വരും. അതിനുള്ള സന്മനസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോ ഉപദേശങ്ങളും പ്രബോധനങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെപ്പോലുള്ള ഓരോ വ്യക്തികൾക്കും ഇതുപോലുള്ള സംരംഭങ്ങൾ പ്രയോജനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മഹത്തായ സംരംഭത്തിന് എൻ്റെ വ്യക്തിപരമായും മണ്ണപ്പുറം ടൗൺ ജമാ മസ്ജിദ് മാഹിന്റെ പേരിൽ ആശംസ നൽകുന്നു. അസ്സലാമു അലൈക്കും. SKSS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മഹീർ റസൂൽ കോൺഫറൻസ് മഹമ്മൂദ് പുണ്യ റസൂലിലേക്കുള്ള പ്രഭാഷണം എന്ന പരിപാടിയുടെ സമാപന സംഗമത്തിനാണ് നിലകൊള്ളുന്നത്. എന്നിൽ അർപ്പിതമായ കടമ ഈ യോഗത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി നന്ദി പറയുന്നത് ഈ യോഗത്തിന് ദുആ കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കിയ ഹൈദർ ഉസ്താദ് കുന്നം അവരുടെയാണ്. ഉസ്താദിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സംഘടനയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാന്യനായ കെ മുഹമ്മദ് മുസ്ലിം അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ യോഗത്തിന് ആമുഖ പ്രഭാഷണം നടത്തിയ ജമിഅത്തുൽ ഫുഖറ ഇടുക്കി ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് റാഷിദി ഉസ്താദിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഷാജഹാൻ മൗലവി ഉസ്താദിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ സദസ്സിന് പ്രൗഢോചിതമായ വാക്കുകൾ കൊണ്ട് ധന്യമാക്കിയ മധുരസുൽ പ്രഭാഷണം നടത്തിയ മുഹമ്മദ് ഹുദവി കൊണ്ട് ഉസ്താദിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിച്ച ജലീൽ ഫൈസി ഉസ്താദ്, വണ്ണപ്പുറം മഹലിൻ്റെ കരുത്തനായ പ്രസിഡന്റ് കരീം റാവത്തർ അവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു വേദി ഇവിടെ സജ്ജമാക്കി തന്ന വണ്ണപ്പുറം മഹലിൻ്റെ പരിപാലന സമിതിക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടി യൂട്യൂബിലൂടെ വീക്ഷിക്കുന്ന സമസ്തയുടെയും പോഷകങ്ങളുടെയും എല്ലാ നല്ലവരായ സഹോദരന്മാർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സലാത്തോടുകൂടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
صل عليه وسلم